നമസ്കാരം, പൊട്ടക്കണ്ണനാണേ. ഇന്നിവിടെ ചിരിക്കാനുള്ള വകയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മുമ്പോട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് ചെയ്യുക. ആ വീഡിയോയുടെ അല്പം ഒന്ന് കണ്ടു നോക്കാം. എന്ത് ക്രൂരതയാണല്ലേ, എന്ത് ക്രൂരതയാണ്. ഒരു കൊച്ചു കുഞ്ഞിന്, ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ 8, 10, 12 പട്ടികൾ ഒരുമിച്ച് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ സഹായിക്കാൻ ആരുമില്ല. അത് ബാഗ് കൊണ്ട് അടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. പട്ടികളെല്ലാം കൂടെ കൂടിയിരിക്കുകയാണ്. ഇത് CCTV ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയക്കാരോ ഈ ഭരണകർത്താക്കളോ ഈ കോടതി ഒന്നുമില്ല. അവരൊക്കെ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ വെച്ച് അതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഈ പട്ടിയെ തുരത്താൻ കഴിയാതെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായിട്ട് കേരളം എന്നല്ല ഇന്ത്യ തന്നെ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. നോക്ക്, ഒരാള് ഓടി വന്നിട്ട് ഒരു മടലൊക്കെ എടുത്തോണ്ട് പട്ടി അടിച്ച് ഓടിക്കുന്നുണ്ട്. ആ കൊച്ചിന് എന്ത് പറ്റി എന്ന് എനിക്ക് അറിയില്ല. കൃത്യമായിട്ട് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയാലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ഭയാനകമായിരിക്കും. ആ കുഞ്ഞ് എന്തുമാത്രം പേടിച്ചിട്ടുണ്ടായിരിക്കും. അതിന് കടി കിട്ടിയോ, അതിനെന്തായി ഒന്നും അറിയില്ല. സത്യത്തിൽ ഇത് കഴിഞ്ഞുള്ള അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും നമുക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, പൊട്ടക്കണ്ണൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ പട്ടികളെ എല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ രാഷ്ട്രീയ നേതാക്കളെ എല്ലാം എടുത്ത് ഇതിന്റെ മുമ്പിലോട്ട് ഇട്ടുകൊടുക്കുക. കാരണം അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അവർ കൊടിവെച്ച കാറിൽ, AC കാറിൽ പോകുന്നു, ഇറങ്ങുമ്പോൾ 1000 പേര് കൂടെ കാണും, കയറുമ്പോൾ 1000 പേര് കൂടെ കാണും. അവർക്കൊന്നും സംഭവിക്കില്ല. ഒരു പട്ടി അവരുടെ അടുത്തോട്ട് വരത്തില്ല. കാരണം പട്ടികൾക്ക് പേടിയാണ് അവരെ കടിക്കാൻ. അത് വേറൊരു വിഷയം. ഇങ്ങനെ കുറെ രാഷ്ട്രീയ നേതാക്കളെ ഈ പട്ടികളുടെ മുമ്പിലോട്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കടി കിട്ടിക്കഴിയുമ്പോൾ അവർ തന്നെ പാർലമെന്റിൽ പോയി കുത്തിയിരുന്ന് സമരം ചെയ്യും. പട്ടികളെ വന്ധ്യംകരിച്ചിട്ടോ ഷെൽട്ടറിലാക്കിയിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല എന്ന് ഒരു സാധാരണ മനുഷ്യനറിയാം. പക്ഷെ ഈ നിയമ നിർമ്മാണം ചെയ്യുന്ന ആളുകൾക്ക്, ഈ കോടതികൾക്കൊന്നും അതറിയില്ല, അല്ലെങ്കിൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ അഭിപ്രായം, കൃത്യമായിട്ടുള്ള അഭിപ്രായം താഴെ കുറിക്കുക. ഞാനിത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ട്രോളല്ല, ഒരു പോസ്റ്റ് അല്ല, ആരെയും കുറ്റം പറഞ്ഞില്ല, എല്ലാവരെയും കുറ്റം പറഞ്ഞു. ഏത് പാർട്ടിയാണെങ്കിലും അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാം, കോൺഗ്രസ് പാർട്ടി വരാം, മുസ്ലിം ലീഗ് വരാം, BJP വരാം, ആരാണെങ്കിലും ആരും ഒരു ചെറു വിരൽ പോലും അനക്കാറില്ല. അനക്കിയെന്ന് നമ്മളെ കാണുമ്പോൾ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. നിയമം ഉണ്ടാക്കി, സുപ്രീം കോടതി നിയമം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതനുസരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറുമല്ല. പിന്നെ പൊട്ടക്കണ്ണൻ ട്രോൾസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.